ചന്തു ചന്തു എടാ ചന്തു, നിന്റെ കൈക്ക് എന്താ പറ്റിയത്? അതൊന്നുമില്ല, നീ വാ, നമുക്കൊന്ന് പുറത്തു പോവാം. അതിനു മുമ്പ് നിന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് പറ. അതിനു മുമ്പ് നിന്നോട് വരാനല്ലേ പറഞ്ഞത്? നിന്നോട് യാത്ര പോലും പറയാതെ പോകുന്നതിനുള്ള കുറ്റബോധം കൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. അതൊന്നും സാരമില്ല, നീ വേറെ റെഡി ആയിട്ട് വാ. പോവാം. ആ ഗോപി, എന്തോ? കീ തന്നിട്ട് പോയിക്കോളൂ, ഞങ്ങൾ വന്നോളാം. ശരി. സുഖമില്ലാത്ത കൈവച്ച് നീ എങ്ങനെ ഓടിക്കുന്നത്? ഞാൻ ഓടിച്ചോളാം. ചന്തു, നിന്നൊരു സന്തോഷം അറിയിക്കാനുണ്ട്. നിന്റെ ഉമ്മയുടെ കല്യാണത്തിന് അച്ഛനും ഉമ്മയും സമ്മതിച്ചു. പത്മിനിയോട് നിനക്ക് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതിന് നിന്റെ മനസ്സിൽ വേണ്ട കാരണങ്ങളും ഉണ്ട്. എന്നാ നമ്മളെല്ലാവരും കൂടി അവളോട് ചെയ്തിരിക്കുന്ന ക്രൂരത എത്ര വലുതാണെന്ന് നിനക്കറിയോ? എനിക്ക് കത്തെഴുതിക്കൊണ്ടിരുന്നതും എന്നോട് മുറിയിൽ വരാൻ പറഞ്ഞിരുന്നതും ഒന്നും അവളല്ലായിരുന്നു. അത് കൊട്ടാരത്തിൽ തന്നെയുള്ള വേറൊരു പെൺകുട്ടി നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? പാവം പത്മിനി, അവൾ അനുഭവിക്കേണ്ടത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? എന്നിട്ടും അവൾക്ക് എന്നോട് സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല ചന്തു. എന്റെ ഈ കൈക്ക് എന്തു പറ്റിയതാണെന്ന് നീ ചോദിച്ചില്ലേ? എനിക്ക് ഈ അപകടം ഉണ്ടായ നിമിഷത്തിലാ അവളുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ഞാൻ മനസ്സിലാക്കിയത്. നിനക്ക് അപകടം ഉണ്ടായോ? എന്തപകടം? എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നൊരു അപകടം. എനിക്ക് കുളിക്കാൻ തിളപ്പിച്ചു വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് ഹീറ്റർ എടുത്ത് മാറ്റാൻ പാവവള് മറന്നുപോയി. ചന്തു, വണ്ടി! നമ്മുടെ കാറിന് ബ്രേക്കില്ലടാ. ഈശ്വര, ചന്തു, ഗോപാല, അവനെ വിടറാ. പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന ഡ്രൈവർ. എന്താ സാറേ? സാറ് വിളിച്ചായിരുന്നോ? ആര് പറഞ്ഞിട്ടാടാ നീ ഇത് ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? നിനക്ക് അറിഞ്ഞൂടല്ലേ? ചന്തു, നീ എന്തായി കാണിക്കണേ? ചന്തു, വലിയ മാറ്. ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നിന്നെ ഇന്ന് ഞാൻ എഴുന്നേക്കണം. പട്ടി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ തല്ലണേ, അയാളെ വിട്ടെ. കൊല്ലുക വേണ്ടത്. ആര് പറഞ്ഞിട്ടാ കാറിന്റെ ബ്രേക്ക് അയച്ച് നീ മാറ്റിയത്? ബ്രേക്കോ? എനിക്കൊന്നും അറിയാമല്ല സാർ. ഒന്നും അറിഞ്ഞൂടല്ലേ? ഞാൻ ശമ്പളം കൊടുക്കുന്ന എന്റെ ഡ്രൈവറാണവൻ. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അല്ലാതെ ഇനി അവൻ അടിച്ചാൽ ഈ പത്മിനി ആരാണെന്ന് താൻ അറിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ തല്ലിയത്. അരവിന്ദനെ കൊണ്ട് കഴുത്തിലൊരു താലിയും കെട്ടിച്ച് തമ്പുരാട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്ന എന്തിനാണെന്ന് ഈ ഭൂമിയിൽ എനിക്ക് മാത്രമേ അറിയൂ. അത് വല്യച്ഛനും വല്യമ്മയും അമ്മയും എല്ലാം അറിയണം. ആ സത്യം ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണ് ഞാൻ ഇവനെ തല്ലിയത്. അരവിന്ദന്റെ കൈക്ക് എങ്ങനെയാ പരിക്ക് പറ്റിയെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? അതൊരിക്കലും ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല, കരുതിക്കൂട്ടി ചെയ്താണത്. അവന്റെ ഭാര്യയായിട്ട് കഴിയുന്ന ഈ തമ്പുരാട്ടി മനഃപൂർവ്വം ഷോക്കടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതാണ് അവന്. അതും കഴിഞ്ഞിട്ടാ ഇപ്പം ഇവനെ കൊണ്ട് കാറിന്റെ ബ്രേക്ക് അഴിപ്പിച്ച് മാറ്റി എന്നെ അരവിന്ദനെ ഒരുമിച്ച് ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. ചന്തു, എന്ത് വിഡ്ഢിത്തങ്ങളൊക്കെ നീ വിളിച്ചു പോകുന്നത്? എന്നെ നിന്നെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു മാറ്റുമോ? ആരെങ്കിലും അല്ല, ഈ നിൽക്കുന്ന ഇവള് തന്നെ. നിന്റെ തമ്പുരാട്ടി അത് ചെയ്തത്. എടാ, അവളെന്റെ ഭാര്യയാണ്, അത് നീ മറക്കരുത്. മതിയടാ, അവള് നിന്റെ ഭാര്യ ആയത്, നീ അവളുടെ ഭർത്താവായതൊക്കെ മതി. അമ്മേ, നിങ്ങളോട് എല്ലാവരോടും കൂടിയാ ഞാൻ പറയുന്നത്. ഇവളെ ഇനി ഒരു ദിവസം പോലും ഈ വീട്ടിൽ നിർത്താൻ പാടില്ല. ഇവൾ അരവിന്ദനോടൊപ്പം കഴിയുന്ന ഓരോ നിമിഷവും അവന്റെ ജീവൻ അപകടത്തിലാ. ചന്തു, വേണ്ട, എനിക്ക് വേണ്ടി ഇവിടെ ആരുമായിട്ട് വഴക്കിന് പോണ്ട. പത്മിനി, ഗോപി, വേഗം ഒരു വണ്ടി വിളിച്ചോണ്ട് വാ, നമുക്ക് ഉടനെ പുറപ്പെടണം. എടാ എടാ ചന്തു, നീ
പപ്പി, അവന് വേണ്ടി നിന്നോട് ഞാൻ മാപ്പി വയ്ക്കാം. അവൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാ. ഒരു കൂട്ടുകാരനും പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമാ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്ത് ചെയ്യാനാ, അവൻ എന്റെ കൂട്ടുകാരനല്ലേ. എല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഈടെയായിട്ട് അവന്റെ സ്നേഹം ഒരുതരം ഭ്രാന്തായിരിക്കുക. സ്നേഹം ഒരിക്കലും ഭ്രാന്താവില്ല. ഭ്രാന്ത് സ്നേഹമാവില്ല. ഭ്രാന്തിന് ഭ്രാന്താവാൻ മാത്രമേ പറ്റൂ. അവനൊരു പാവാ പപ്പി. അവന് സ്നേഹിക്കാൻ ഞാനും ജോയിയുമല്ലാതെ ഈ ലോകത്ത് മറ്റാരുമില്ല. ഈ ഭൂമിയിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാ. സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ കൂട്ടുകാരൻ സ്നേഹിക്കേണ്ട കാര്യമില്ല. ഈ കൂട്ടുകാരന് മാത്രമേ ഉള്ളൂ അരവിന്ദനോട് അടുപ്പവും സ്നേഹവും താല്പര്യവും ഒക്കെ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്താ അയാളുടെ വിചാരം? അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് അയാൾ അങ്ങനെ പറയാൻ ധൈര്യപ്പെടുവോ? അരവിന്ദനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നും എന്റെ കൂടെ ജീവിക്കുന്നത് അരവിന്ദന് അപകടമാണെന്നൊക്കെ. അവനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ആരെങ്കിലും അത് വിശ്വസിക്കുവോ? വിശ്വസിച്ചോ? ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുവോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു കൂട്ടുകാരന്റെ ഭാര്യയെ കുറിച്ച് ഇത്രയും നികൃഷ്ടമായി ചിന്തിക്കുകയും ഭ്രാന്ത് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇങ്ങനത്തെ മനുഷ്യരുടെ ജീവിക്കാൻ എനിക്ക് പേടിയാ. മതി അരവിന്ദ, ഇനി ഞാൻ നിങ്ങളുടെ ഇടയിലില്ല. എന്നെങ്കിലും കൂട്ടുകാരന്റെ സ്നേഹത്തെക്കാൾ വലുത് ഭാര്യയുടെ സ്നേഹമാണെന്ന് അരവിന്ദ് മനസ്സിലാക്കുമ്പോ മതി നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം. നോക്ക്, നിന്നെ കല്യാണം കഴിച്ചത് മുതൽ മനഃപൂർവ്വമാണോന്നറിയില്ല, എന്റെ കൂട്ടുകാർ പോലും എന്നെ മനസ്സിലാക്കാതെ പോവാ. അവരെന്നെ ഒറ്റപ്പെടുത്തുക. ഇപ്പൊ നീയും അത് തന്നെയാണല്ലോ പപ്പിക്കുട്ടി ചെയ്യണത്. കരയണ്ട. ഇതിപ്പോ ഞാൻ എന്താ പറയാ? നിന്റെ ഭാര്യ അവൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു ഭാര്യ ഉണ്ടാവുമ്പോ നീ ചെന്ന് ചീത്ത പറ. അല്ല പിന്നെ ഓരോരോ ചീപ്പ് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നോളൂ. എന്തുവാടാ ചീപ്പ് പ്രോബ്ലംസ്? ഇവന്റെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതാണോ ചീപ്പ് പ്രോബ്ലം? അവൾ എന്നെ എങ്ങനെ അപകടപ്പെടുത്താൻ നോക്കിയെന്ന ഇവനീ പറയുന്നത്? ഷോക്ക് അടിച്ചതോ അല്ലെങ്കിൽ കാറിന്റെ ബ്രേക്ക് പോയതോ? ലോകത്തിൽ ഏതെങ്കിലും ഭാര്യമാര് ചെയ്യുന്ന പണിയാണോ ഇവനീ പറയുന്നതൊക്കെ? ഒരു ഭാര്യമാരും ചെയ്യില്ല, പക്ഷെ നീ ചെയ്യും. അങ്ങനെ ചെയ്യാൻ അവൾക്ക് എന്താ വട്ടുണ്ടോ? അവൾക്ക് വട്ട് തന്നെയാണ്, മുഴുവട്ട്. നിർത്തടാ, നിനക്കായി ഇപ്പൊ മുഴുവട്ട്. ഇവനിങ്ങനെ ക്ഷമിക്കുന്നു വെച്ച് അവന്റെ വൈഫിനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നിയാസം പറയാന്നോ? അവന്റെ വൈഫല്ല, അവന്റെ ലൈഫാണ് എനിക്ക് വലുത്. എന്നോട് അവൾ പറഞ്ഞതൊക്കെ ഇപ്പോഴും ഈ കാതിലുണ്ടടാ. അന്ന് അവളുടെ കണ്ണിലെരിഞ്ഞ ഭ്രാന്തിന്റെ താളവട്ടം തിരിച്ചറിഞ്ഞവനാണ് ഞാൻ. ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെ. അവൾ നോർമൽ അല്ല. നോർമലായിട്ടുള്ള ഒരു പെണ്ണും ചെയ്ത കാര്യങ്ങളല്ല അവളുടേത്. മറ്റൊരാളുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരിക്കുമ്പോൾ നിന്നെ വിളിച്ച് മുറി കയറ്റില്ല അവൾ. എന്റെ ചന്തു, അതിന്റെ സത്യാവസ്ഥ മുഴുവൻ ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതല്ലേ. അതൊന്നും ചെയ്ത അവളല്ല, അവൾ നിരപരാധിയാണ് എന്ന് നീ വിശ്വസിച്ചാൽ മതി, എന്നെ വിശ്വസിപ്പിക്കണ്ട. ഒന്നും അവളല്ല പോലും. ഇപ്പൊ പുതിയൊരു പെണ്ണിനെ കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടൻ കളിപ്പിച്ചത് അവൾ തന്നെ. അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. അത്രയ്ക്ക് ഭയങ്കരിയാണ്. ചന്തു പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്കുന്നേ. വേണ്ട, എന്നെ പറഞ്ഞു മാറ്റാൻ നോക്കണ്ട. എത്രയും പെട്ടെന്ന് അവളെ തിരിച്ചുണ്ടാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ ഇല്ലാത്ത ഏതെങ്കിലും ഒരു രാത്രിയിൽ മറ്റൊരു പുരുഷനെ നിന്റെ കിടപ്പൂറയിലേക്ക് വിളിച്ചു കെട്ടാൻ പോലും അവൾ മടിക്കണം. നീ രാത്രിയിൽ എവിടെ പോയിരുന്നു? ഒരാളെ പിടിച്ചോണ്ടുവരാൻ പോയതാ. കൊണ്ടുവന്നിട്ടുണ്ട്. ദാ അരവിന്ദേട്ടാ, ദേ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വന്നേ. ചെന്നിട്ടാ പറഞ്ഞേ, അരവിന്ദേട്ടോട് മാപ്പ് പറഞ്ഞേ. വേണ്ട, ഞാൻ അവനോടാ മാപ്പ് പറയട്ടെ. നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നോട് ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. നീ എനിക്ക് അരുത്, ഞാനാ തെറ്റിയത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു. എന്നോട് പൊറുക്കടാ.